പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 26 കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. പഹൽഗാം മേഖല പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ആക്രമണത്തിൽ പാക് ചാരസംഘടനയുടെ ബന്ധം ഇന്ത്യ ഉറപ്പിച്ചു. ഭീകരാക്രമണം നടത്തിയ 4 ഭീകരരുടെ ചിത്രം പുറത്തുവിട്ടു. ആക്രമണത്തിന് പിന്നിൽ സൂത്രധാരൻ ലഷ്കർ-ഇ-ത്വയ്ബയുടെ കൊടും ഭീകരൻ സൈഫുള്ള ഖസൂരിയാണ് എന്നാണ് വിവരം. കനത്ത ജാഗ്രതയിലും സൈനിക വലയത്തിലുമാണ് കശ്മീർ. വിനോദസഞ്ചാരികളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ 4 ഭീകരരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത്. 2 പ്രദേശവാസികളടക്കം 6 ഭീകരരാണ് സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തത്. ഇതിൽ 2 പേർ പ്രാദേശിക ഭീകരരാണ്. ഇവരെ തിരിച്ചറിഞ്ഞു. സംഘത്തിൽ അഫ്ഗാൻ ഭാഷയായ പഷ്തോ സംസാരിക്കുന്നവരുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നു. ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ ലഷ്കർ-ഇ-ത്വയ്ബയുടെ കൊടും ഭീകരൻ സൈഫുള്ള ഖസൂരി എന്നാണ് വിവരം. പാകിസ്ഥാനിൽ നിന്നാണ് ആക്രമണം നിയന്ത്രിച്ചതെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. അതേസമയം ആക്രമണവുമായി ബന്ധമില്ലെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു. ഇന്ത്യയുടെ ഉള്ളിൽ വളരുന്ന ഇന്ത്യക്കെതിരായ കലാപങ്ങളുടെ ഭാഗമാണ് ആക്രമണമെന്നാണ് പാകിസ്ഥാന്റെ പ്രതികരണം. ആക്രമണ വിവരം അറിഞ്ഞതിനു പിന്നാലെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി തിരികെ ഇന്ത്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ എത്തിയ ഉടനെ അടിയന്തര യോഗം ചേർന്നു. എസ് ജയശങ്കർ, അജിത് ഡോവൽ, വിക്രം മിശ്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വിനോദസഞ്ചാരികൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആദരമർപ്പിച്ചു. പരിക്കേറ്റവരെ അനന്ത്നാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ആക്രമണം നടന്ന പെഹൽഗാമിലും അദ്ദേഹം നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനിടെ ഭീകരാക്രമണത്തിനെതിരെ കശ്മീരിലെ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. സമാധാനം ഉറപ്പാക്കാൻ അധികാരികൾ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഭീകരാക്രമണത്തെ ഐക്യരാഷ്ട്രസഭയും അമേരിക്ക, ഇസ്രായേൽ, ബ്രിട്ടൻ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അപലപിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV.